ഈ നൃത്ത പരിപാടി ഇതിന്റെ സാംസ്കാരിക ഇതിന്റെ ഒരു കൾച്ചറൽ എലമെന്റ് നിങ്ങൾ പറയുന്നു, ഇതിനകത്ത് നിങ്ങൾക്ക് വിയോജിപ്പുണ്ട്, അത് പറയണം. യു കോൾ എ സ്പേഡ് അങ്ങനെ പറയൂ. അങ്ങനെ പറയാതെ പകരം നിങ്ങൾ വളച്ചു കെട്ടി മറ്റു പല കാര്യങ്ങളൊക്കെ എന്തിനാ പറയുന്നത്? അതാണ് പ്രധാനപ്പെട്ടത്. എന്തുകൊണ്ട് എതിർക്കുന്നു എന്നുള്ളത് തുറന്നങ്ങ് പറയുക. ഒരു ടി കെ അഷ്റഫിന്റെ പോസ്റ്റ് അദ്ദേഹം എഴുതിയിരിക്കുന്ന ആൺപെൺ കൂടിക്കലർന്ന അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല, ഇത് പുരോഗമനമായി കാണുന്നവർ ഉണ്ടായേക്കാം. ഞാൻ ഈ കാര്യത്തിൽ പ്രാകൃതനാണ്, അല്ലെ? ആ നിലപാട് താങ്കൾക്കുണ്ട്, അല്ലെ? പിന്നെ ഈ പരിപാടിയോട് മാനസികമായി യോജിക്കാത്ത ധാരാളം അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമുണ്ട്. പ്രതികരിച്ചാൽ എന്താകുമെന്ന ഭീതിയാണ് പലരെയും അസ്വസ്ഥരാക്കുന്നത്. ഇത് ചെയ്തെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് വിശദീകരണം നൽകേണ്ടി വരും, പക്ഷേ ഏത് നടപടിയും നേരിടാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. അതേ നിലപാട് താങ്കൾ പങ്കുവെക്കുന്നു ഈ ചർച്ചയിൽ. അപ്പോ സൂംബയാണോ ശരിക്കും പ്രശ്നം, അത് ആണും പെണ്ണും ഇടകലരുന്നതാണോ ശരിക്കും പ്രശ്നം, അത് അല്പവസ്ത്രമാണോ പ്രശ്നം? എന്തായാലും സ്കൂളിൽ സൂംബ കളിക്കുന്ന ഒരു കുട്ടിയും വസ്ത്രം ഊരി എറിഞ്ഞ് അല്പവസ്ത്രധാരിയായിട്ടൊന്നും അവിടെ ഒരു സൂംബയും കളിക്കാൻ പോകുന്നില്ല. അപ്പൊ എന്താണ് ശരിക്കും ഇതിലെ പ്രശ്നം? ഇന്നലെ 24 ന്യൂസ് ചാനലിൽ നടന്ന ഒരു ചർച്ചയിൽ ഗോപി കൃഷ്ണൻ സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം തവണ ചോദിച്ച് ഗിന്നസ് ബുക്കിൽ കയറിയിട്ടുണ്ട്. ചോദ്യം ചോദിച്ചു മാത്രമല്ല കേട്ടോ, 1000 വട്ടം ചോദ്യം ചോദിച്ചിട്ടും ഒരിക്കൽ പോലും ഉത്തരം കിട്ടിയില്ല എന്ന വകയിലും ഗിന്നസ് ബുക്കിലേക്ക് കയറി. അല്ല, ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. സൂംബ കളിച്ചത് കൊണ്ട് എന്താണ് കുഴപ്പമുണ്ടാകാൻ പോകുന്നത്? എന്തോ ഞാൻ അതിന് തന്നാരും വിളിച്ചില്ല. എന്താണ് സൂംബ കളിച്ചാൽ കുഴപ്പം? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? എന്റെ ചോദ്യത്തിന് മറുപടി. സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? കളഞ്ഞിട്ട് പോടേ, കുറെ സമയമായിട്ട് കളിയാക്കണ്. സൂംബ കളിച്ചാൽ എന്താണ് പ്രശ്നം? അല്ല, അതൊക്കെ സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? ഡോക്ടർ അബ്ദുള്ള അബ്ബാസി അതിന് മറുപടി പറഞ്ഞില്ല. സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? ഞാൻ നിങ്ങളോട് ആ ചോദ്യം ആവർത്തിക്കുകയാണ്. സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? ആർക്കാണ് കുഴപ്പം? ഞാൻ ഗിന്നസ് ബുക്കിൽ കയറുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും കൺവിൻസിംഗ് ആവുന്ന ഒരു ഉത്തരം പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് താങ്കൾ ഇപ്പോഴും പറഞ്ഞില്ല. അതിന് വൈദ്യശാസ്ത്രപരമായി ഒരു മിനിറ്റ് അതിൽ തെളിയിക്കപ്പെട്ടുള്ള അതിലെ പഠനങ്ങൾ തെളിയിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ അംശം കുറയ്ക്കാൻ, നിങ്ങൾക്ക് ഹൃദ്രോഗ സംബന്ധമായതോ അല്ലെങ്കിൽ രക്തസമ്മർദ്ദമായി അത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറയ്ക്കാൻ, നിങ്ങൾക്ക് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായകരമായ നൃത്ത സംഗീതവും ഇടകലർത്തിയുള്ള ഒരു വ്യായാമ മുറ എന്ന നിലയിൽ അത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. അതിലെ പരീക്ഷണങ്ങളിലൂടെ അതിലെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്റെ ചോദ്യം, അങ്ങനെ സൂംബ കളിക്കുന്നത് കൊണ്ട് എന്താണ് ഇവിടെ ഇല്ലാതാകുന്നത്? എന്താണ് ഇവിടെ നഷ്ടപ്പെടുന്നത്? നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വളരെ മോശപ്പെട്ട ഒരു പ്രവണത ഉണ്ടായി വരുന്നത് നിങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടാവും. അത് കണ്ടില്ല എന്ന് നടിക്കുന്നത് ഈ നാട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും ജീവിക്കാൻ യോഗ്യമല്ലാതായി മാറുന്നതിന് കൂട്ടു നിൽക്കുന്നതിന് തുല്യമാണ്. കുട്ടികൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർ, സ്ത്രീകൾ, ആരും ഇവിടെ ആരെയും നിർബന്ധിച്ചൊന്നും ചെയ്യിക്കുന്നില്ല. ഇഷ്ടമുള്ളവർ സൂംബ നൃത്തം ചവിട്ടി വ്യായാമം ചെയ്താൽ ശരിക്കും എന്താണ് കുഴപ്പം? എന്തിനാണൊന്ന് ശരീരം ഒന്ന് ഇളകുന്നതിനെയോ സ്ത്രീകൾ മുടിയഴിച്ചിടുന്നതിനെയോ അങ്ങനെയൊക്കെ ഇത്രയധികം പേടിക്കുന്ന എന്തിനാണ്? മതമില്ലാത്ത ജീവനായാലും ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ആയാലും സ്ത്രീ പുരുഷ സമത്വമായാലും സെക്സ് എഡ്യൂക്കേഷൻ ആയാലും ഇവിടെ ഒരു വിഭാഗം മനുഷ്യർ അനാവശ്യമായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നു, നാടിനെ പുറകോട്ട് നയിക്കുന്നു. എവിടെ നിന്നെങ്കിലും ഒരു വിമർശനം ഉയരുമ്പോഴേക്കും സർക്കാരാണെങ്കിലും ഇതിൽ നിന്ന് പെട്ടെന്ന് പുറകോട്ട് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ നാട് എവിടേക്കാണ് പോകുന്നത്? എന്താണ് ഇവരുടെയൊക്കെ ഉദ്ദേശം? എന്താണ് മനുഷ്യർ ശരിക്കും ഒന്ന് ശരീരം ഇളക്കി പ്ലഷർ അനുഭവിച്ചാൽ എന്താണ് കുഴപ്പം? എന്തിനും ഏതിനും മതം വലിച്ചിഴച്ചു കൊണ്ടുവരിക എന്നത് ചിലരുടെ വിനോദമായി മാറുകയാണ്. അതിന് നാട് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതാണ്. മതേതര മനുഷ്യർ കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതാണ്. ഇഷ്ടമുള്ളവർ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ എന്നേ, ഇഷ്ടമില്ലാത്തവർ മാറി നിൽക്കുക. ജീവിക്കുന്നവർ ജീവിക്കട്ടെ, സന്തോഷിക്കുന്നവർ സന്തോഷിക്കട്ടെ. ഇന്നലെ 24 ന്യൂസിൽ നടന്ന ചർച്ചയിൽ അവതാരകനായ ഗോപി കൃഷ്ണന്റെ ഒരു ചോദ്യത്തിന് പോലും പാനലിസ്റ്റിന് കൃത്യമായൊരു മറുപടി ഉണ്ടായില്ല. പക്ഷെ ഒന്ന് മാത്രം കൃത്യമായിട്ട് അറിയാം, സൂംബ വേണ്ട, സൂംബ ഇവിടെ കളിക്കണ്ട. എന്താ അങ്ങനെ? എന്നാൽ ഇവരാരും സ്കൂളിൽ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതിനെതിരായൊന്നും ഇതേ ആവേശത്തിൽ സംസാരിക്കുന്നുണ്ടില്ലെന്നല്ല, ഇതേ ആവേശത്തിൽ സംസാരിക്കുന്നില്ല. ഇക്കഴിഞ്ഞ ദിവസവും പാലക്കാട് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. അതൊക്കെയല്ലേ വലിയ ചർച്ചയാവേണ്ടതല്ല. അതൊരു സൂംബയാണോ? ഗോപി കൃഷ്ണന്റെ ചോദ്യങ്ങൾക്ക് സൂംബയെ എതിർക്കുന്ന ആരെങ്കിലും ഉത്തരം പറയേണ്ടതുണ്ട്. ആ ചോദ്യങ്ങൾ എല്ലാവരും കേൾക്കേണ്ടതുണ്ട്. താങ്കൾ പറഞ്ഞു, ഒരു മിനിറ്റ്, പിന്നെ താങ്കൾ പറഞ്ഞത് പ്ലഷർ സീക്കിങ്ങിന് വേണ്ടിയിട്ടാണ് കുട്ടികൾ പോകുന്നത്. ഏത് ആധികാരിക പഠനമാണ് പറഞ്ഞിട്ടുള്ളത് പ്ലഷർ സീക്കിങ്ങിന്റെ ഭാഗമായിട്ട് മാത്രമാണ് കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നതെന്ന്? അങ്ങനെ പറഞ്ഞിട്ടുള്ള ആധികാരിക പഠനം ഏതാണ്? അല്ല, സൂംബയുടെ ഏത് കൾച്ചറൽ എലമെന്റിനോടാണ് നിങ്ങൾക്ക് വിയോജിപ്പ്? സൂംബ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി.
ഡോക്ടർ അബ്ദുള്ള ബാസി, യു നോ അല്ല, ദാറ്റ് ബെറ്റർ അത് ദാൻ മീ. മാത്രല്ല, അതൊരു അത് ഫിസിക്കൽ മാത്രല്ല, ആക്ടിവിറ്റിയുടെ അത് ഭാഗമാണ്. അത് സംഗീതവും അത് നൃത്തവും മാത്രല്ല. ഇടകലർത്തിയിട്ടുള്ള ഒരു വ്യായാമത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിലെ സാംസ്കാരിക ഘടകങ്ങളുണ്ട്. ആൺ പെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം എന്നാണ്. ആൺ പെൺ കൂടിക്കലർന്ന് അപ്പൊ അതാണോ നിങ്ങളുടെ പ്രശ്നം? ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നുള്ള ഒരു നൃത്ത സംഗീത വ്യായാമ മുറ എന്നതാണോ നിങ്ങളുടെ പ്രശ്നം? അതോ അല്പവസ്ത്രം എന്നുള്ളതാണോ നിങ്ങളുടെ പ്രശ്നം? ഏത് സാംസ്കാരിക ഘടകത്തോടാണ് നിങ്ങൾക്ക് വിയോജിപ്പ്? ലഹരിക്കെതിരായിട്ടുള്ള ഏറ്റവും ശാശ്വതമായ പരിഹാരം എന്ന നിലയിലല്ല സർക്കാർ ഈ പദ്ധതി കൊണ്ടുവരുന്നത്. ലഹരിക്കെതിരെ നടത്തുന്ന പല വിധത്തിലുള്ള നീക്കങ്ങളുടെ ഭാഗമായി കുട്ടികളിൽ മാനസികോല്ലാസം ഉണ്ടാക്കാൻ, പഠനങ്ങളുടെ നിന്നും മറ്റ് കുടുംബപരമായ പ്രശ്നങ്ങളിലും അവർ അനുഭവിക്കുന്ന സമ്മർദ്ദമുണ്ടെങ്കിൽ, മാനസികമോ ശാരീരികവുമായ സമ്മർദ്ദമുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ഒരു ലൈറ്റർ വേയിലുള്ള പരിഹാരം എന്ന നിലയിലാണ്, പരിഹാരങ്ങളിൽ ഒന്ന് എന്ന നിലയിലാണ്. അല്ലാതെ ഈ സൂംബ കളിച്ചവരൊക്കെ ലഹരി വിമുക്തരാകും എന്ന് പറഞ്ഞിട്ടല്ല സർക്കാർ ഈ സംവിധാനത്തെ ഈ ഒരു പദ്ധതിയെ കൊണ്ടുവരുന്നത്. പക്ഷെ നിങ്ങൾ എതിർക്കുന്നത് മറ്റു പല കാരണങ്ങളും പറഞ്ഞാണ്. താങ്കൾ എന്താ പറയുന്നത്, സ്വിച്ചിട്ട പോലെ ഈ കാര്യങ്ങളൊക്കെ നിൽക്കുമെന്നാണോ? അങ്ങനെയാണെങ്കിൽ റോഡിലെ കുഴികൾ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കോർ പ്രോബ്ലം ഉള്ള അതിന് എന്ത് പരിഹാരം ചെയ്യുന്നത്? നിങ്ങൾ എന്ത് പ്രതിഷേധം നടത്തുന്നത്? നിങ്ങൾ ഏത് കോർ പ്രോബ്ലം? ഇവിടെ എന്താ സർക്കാർ പറഞ്ഞത്? ഡോക്ടർ അബ്ദുള്ള ബാസി, ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കരുത്. ഇവിടെ എന്താണ് സർക്കാർ പറഞ്ഞത്? സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യം, ന്യായം എന്താണ്? കുട്ടികൾ പലപ്പോഴും ഈ പറയുന്ന ലഹരിയുടെ അടിമയാകുന്നതോ ലഹരിയിലേക്ക് വഴിതെറ്റിപ്പോകുന്നതോ അതിന് മാനസികമായിട്ടുള്ള കാരണങ്ങളുണ്ട്, അവരുടെ ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്, അവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളുണ്ട്. അത് കുടുംബത്തിലെ പ്രശ്നങ്ങളാകാം, വീട്ടിൽ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദമാകാം, കുട്ടികൾക്ക് മറ്റ് വിനോദ ഉപാധികൾ ഇല്ലാതെ പോകുന്നതാകാം. അങ്ങനെ പല സാമൂഹികവും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് ഈ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള പല സമ്മർദ്ദങ്ങളുണ്ട്. അതിനെ അതിജീവിക്കാൻ പല മാർഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ അവർക്കൊരു ലൈറ്റർ വേയിൽ അവരുടെ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള സർക്കാരിന്റെ ഒരു ശ്രമം, അതുകൊണ്ട് ഇതൊരു നല്ല സംവിധാനമാണ് എന്ന നിലയിൽ അവർ പറയുന്നു. സൂംബ ഡാൻസ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ലഹരിയിലേക്ക് കുട്ടികൾ പോകുന്നത് പ്രഷർ സീക്കിംഗ് മാത്രമാണെന്ന് ഏത് ആധികാരിക പഠനമാണ് തെളിയിച്ചത്? ന്യൂറോ സയൻസിൽ പറഞ്ഞ താങ്കൾ ഡോപാമിൻ ഉണ്ടാകുന്നതും പ്ലഷർ സീക്കിംഗ് എന്ന് പറയുന്നത് ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ഡോക്ടർ അബ്ദുള്ള ബാസി. പ്ലഷർ സീക്കിംഗ് ഇസ് എ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ്. അതുകൊണ്ട് അതൊരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് ഇതിനുള്ള കാരണമെന്ന് ആധികാരികമായി തെളിയിച്ചിട്ടുള്ള പഠനം ഏതാണ്? യു ടെൽ മീ. താങ്കൾ എന്താണ് ഡോക്ടർ അബ്ദുള്ള ബാസി പറഞ്ഞത്? അതായത് കുട്ടികൾ സ്കൂളുകളിൽ സൂംബ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൂംബ അവരുടെ ഭാഗമാക്കി കഴിഞ്ഞാൽ പിന്നെ ലഹരി ഉപയോഗം കേരളത്തിൽ ഉണ്ടാകില്ല, അതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണോ സർക്കാർ പറഞ്ഞത്? താങ്കൾ സർക്കാർ അങ്ങനെ സർക്കാർ പറഞ്ഞില്ലല്ലോ. സർക്കാർ പറഞ്ഞ എന്താണ്? സർക്കാർ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങളുടെ പ്രശ്നം ഇതിലെ കൾച്ചറൽ എലമെന്റ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിനെ നിങ്ങൾ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? അല്പവസ്ത്രധാരികളായ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് ഉള്ള ഈ നൃത്ത വ്യായാമ മുറയെ ഞങ്ങൾ അംഗീകരിക്കില്ല, ഇതല്ലേ നിങ്ങളുടെ പ്രശ്നം? ഇത് സൂംബ വേണ്ട, ശരി, പകരം നിങ്ങൾ മറ്റൊരു ഇതേപോലെ ഒരു രൂപം പറയൂ. ഇപ്പൊ ഏതെങ്കിലും നൃത്തരൂപം പറ്റില്ലല്ലോ. അപ്പൊ കഥകളി കളിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ഇത് കുറയ്ക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ താങ്കൾ പറയൂ, നിങ്ങളുടെ നിർദ്ദേശം എന്താണ്? സൂംബ കൊണ്ട് ഉണ്ടാകുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ, അത് വ്യാജമാണെന്ന് താങ്കൾ തെളിയിക്കണം. ക്ലാരിറ്റിക്ക് വേണ്ടി ഈ ഞങ്ങൾ എന്ന് പറയുന്ന താങ്കൾ ഇപ്പോൾ അങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ പ്രശ്നം എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഈ ഞങ്ങളിൽ ആരൊക്കെയുണ്ട്? അല്ല പോട്ടെ, അത് അങ്ങനെ നടപ്പാക്കുമ്പോഴും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള നിങ്ങളുടെ അവകാശം സംരക്ഷിച്ചാൽ പോരെ? അത് വേണമെന്ന് മാത്രമല്ല, ഇപ്പൊ ഒരു അധ്യാപകനാണ് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ എടുത്തില്ല? എന്തുകൊണ്ട് ജനകീയ ചർച്ചകൾ ഉണ്ടായില്ല? എന്തുകൊണ്ട് ഇതിനോട് ഇതേ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് കൊടുക്കാം. അതായത് സൂംബ ഡാൻസിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കാത്ത അധ്യാപകർക്ക് മാറി നിൽക്കാം, പോരെ? ശരിയായോ? അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതിന് ഏതിനെങ്കിലും ഉത്തരം കിട്ടിയോ എന്ന്. ചർച്ച മുഴുവനായിട്ട് നിങ്ങളൊക്കെ 24 ന്യൂസിന്റെ യൂട്യൂബിൽ പോയി കാണുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഞാൻ കണ്ട ഏക ഉത്തരം ഇതായിരുന്നു. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് പറ. താങ്കളുടെ ചാനലിലെ ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാ ദിവസവും രാവിലെ ഓഫീസിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് നിങ്ങളൊരു കഥകളി കളിച്ച് ഓഫീസിലേക്ക് കയറിയാൽ മതി എന്ന് ഒരു നിർദ്ദേശം അധികാരികളുടെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ഗോപികൃഷ്ണൻ എന്തായിരിക്കും ചെയ്യുക? ആദ്യമായി നേരെ അത് കേട്ട് അതുപോലെ തന്നെ ശരി കഥകളി കളിച്ച് കളയാം എന്ന് വിചാരിക്കുകയാണോ ചെയ്യുക? അതല്ല, അത് എന്തിനാണ് എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ നിന്ന് മറുപടി പറയാണ്, ഇപ്പോൾ സാലറിയുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ, അത് പരിഹരിക്കാൻ വേണ്ടിയാണെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാന്യനായ ഗോപികൃഷ്ണൻ തിരിച്ചു ചോദിക്കുക, അതെങ്ങനെയാണ് സാലറി പ്രശ്നം എങ്ങനെയാണ് കഥകളി കളിച്ചാൽ മാറുക എന്നൊരു ചോദ്യം ചോദിക്കൂലേ? ഇതേ ചോദ്യം തന്നെയാണ് ഞങ്ങളും ചോദിച്ചിട്ടുള്ളത്. താങ്കൾ ഒരു ഏറെക്കുറെ അസംബന്ധ സ്വഭാവത്തിലുള്ള ഒരു താരതമ്യവുമായിട്ടാണ് ഈ വിഷയത്തെ സമീപിച്ചത്.
എജ്ജാതി മറുപടി. ഇവർക്കൊക്കെ ശരിക്കും എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനെയാണ് ഇവർ പേടിക്കുന്നത്? വീണ്ടും എനിക്ക് അതാണ് ചോദിക്കാറുള്ളത്. നിങ്ങൾ എന്തിനെയാണ് ഈ പേടിക്കുന്നത്? സുംബയൊക്കെ പേടിക്കുന്ന മനുഷ്യരെ അങ്ങനെ കാണാൻ സാധിച്ചു. ഗോപികൃഷ്ണൻ കിഡിലൻ ജേർണലിസ്റ്റ് ആണ്, നല്ല വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, വായനയുണ്ട്, അറിവുണ്ട്. എന്നാൽ ചർച്ചയിൽ ഒരിക്കലും അഗ്രസീവ് ആകാറില്ല. എന്താ അങ്ങനെ? ഞാൻ എപ്പോഴും എനിക്കൊരു പരാതി ഉണ്ടായിരുന്നേ. ആ പരാതി തീർത്ത ചർച്ചയായിരുന്നു ഇത്. അദ്ദേഹം ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉത്തരം അർഹിക്കുന്നതാണ്. ഗോപിക്ക് അഭിനന്ദനങ്ങൾ. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നതിന്. വീണ്ടും ഒന്നുകൂടെ ചോദിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. ശരിക്കും സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? ആർക്കാണ് കുഴപ്പം? സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം?